നമസ്കാരം, ഫുട്ബോൾ പേരിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ സൗണ്ട് ഇടയ്ക്കാണ്, അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു പണി നടക്കുന്നുണ്ട്. സോറി ഫോർ ദാറ്റ്. ചിലപ്പോൾ ഇടയ്ക്ക് സൗണ്ട് കയറി വന്നേക്കാം. ഇന്നാണെങ്കിൽ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും കൂടാതെ ഇന്നലെ ചെൽസി വേഴ്സസ് വൂൾസ് മാച്ചിനെ കുറിച്ച് ഒന്ന് ടച്ച് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ് ഇന്ന് കംബാക്ക് ചെയ്യുകയാണ്. ബാർസലോണ ബെൻഫിക്കയ്ക്ക് അഗെയിൻസ്റ്റ് ഇറങ്ങുന്നുണ്ട്. ഇന്ന് നൈറ്റ് നമ്മുടെ വാച്ചറോം കാണും. കൂടാതെ വൈകിട്ടൊരു പ്രീ മാച്ച് ഡിസ്കഷനും കാണും ചാമ്പ്യൻസ് ലീഗ് വീക്കിലെ കുറിച്ച് ലൈവ് സ്ട്രീം. നമുക്ക് ഫസ്റ്റ് തന്നെ ചെൽസി മാച്ചിൽ നിന്ന് തുടങ്ങാം. ചെൽസി ഇന്നലെ വൂൾസിനെ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ ഹോം മാച്ചിൽ 3-1 ഒരു വിജയം നേടുകയുണ്ടായി. ചെൽസിക്കായിട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 3 ഗോളുകൾ സ്കോർ ചെയ്തവർ കുക്കുറയ, മാഡുവെക്കെ, ടോസിൻ എന്നിവരാണ്. ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ഡോഹെട്രി അവർക്കായിട്ട് ഒരു ആശ്വാസ ഗോൾ നേടിയിരുന്നു. ആശ്വാസമല്ല, ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഈക്വലൈസിംഗ് ഗോളായിരുന്നു. പക്ഷേ പിന്നീട് ചെൽസി 2 അടിച്ച് 3-1 കംഫർട്ടബിൾ വിക്ടറി ആക്കുമായിരുന്നു. ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡ് ഔട്ട് ആയി നിന്ന പേര് ചലബയാണ്. നമുക്കറിയാം, ലോൺ സ്പെല്ല് ക്യാൻസൽ ചെയ്ത് ആളെ തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ചെൽസിയിലോട്ട്. ചെൽസിക്ക് ധാരാളം സെന്റർ ബാക്ക് ഇഞ്ചുറി ഇഷ്യൂസ് ഉള്ളതിനാൽ തന്നെ ക്രിസ്റ്റൽ പാലസിൽ നിന്ന് കൊണ്ടുവരേണ്ട ആൾ ഡിസപ്പോയിന്റ് ചെയ്തില്ല. മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഇന്നലത്തെ പിച്ചിലെ ഹയസ്റ്റ് റേറ്റഡ് പ്ലെയർ ആയിരുന്നു. ഇന്നലെ ഒരു അസിസ്റ്റും ആൾ പ്രൊവൈഡ് ചെയ്തു. കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണ് 7 ക്ലിയറൻസസ്, 12 ഡിഫൻസീവ് ആക്ഷൻസ്, 4 out of 5 ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്തു, 2 out of 3 ഗ്രൗണ്ട് ഡ്യൂവൽസ് വിൻ ചെയ്തു. ഒരു കംപ്ലീറ്റ് ഡിസ്പ്ലേ ഫ്രം ചലബോ ആയിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് വിത്ത് 96% പാസിംഗ് ആക്യുറസി, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സോഹാളെ തിരിച്ചു വിളിച്ച് നെക്സ്റ്റ് 6 monthsലേക്ക് ചെൽസിക്ക് എന്തായാലും ഒരു ഹ്യൂജ് ബൂസ്റ്റ് തന്നെയായിരിക്കും വിത്തൗട്ട് എ ഡൗട്ട്. ആളെ മറ്റ് പല ക്ലബ്ബുകൾക്കും ചലബോനെ എടുക്കാൻ താല്പര്യമുണ്ട്. ചെൽസിയുടെ മുമ്പിൽ ഈ അപ്കമിംഗ് വിൻഡോയിൽ വീണ്ടും ഓഫേഴ്സ് ആയിട്ട് വരുമെന്ന് പറഞ്ഞ റൂമറുകളുണ്ട്. അതുകൊണ്ടോ നടക്കോ ഇല്ല എന്നുള്ള കാര്യം. ക്രിസ്റ്റൽ പാലസിന് ആ ഡീൽ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ റിപ്പോർട്ടുകൾ പ്രകാരം ചെൽസി നെക്സ്റ്റ് 6 monthsലേക്ക് വിടാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് കേൾക്കുന്നത്. എസ്പെഷ്യലി ആളുടെ റീസൺ ഇന്നത്തെ പെർഫോമൻസോടൊക്കെ കാണുമ്പോൾ എന്തായാലും നെക്സ്റ്റ് 6 months കീപ്പ് ചെയ്യാൻ തന്നെയായിരിക്കും ചെൽസിയുടെ പ്ലാൻ. ആൻഡ് ഇവൻച്വലി അറ്റ് ദ എൻഡ് കംഫർട്ടബിൾ വിക്ടറി ഫോർ ചെൽസി. കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം ചെൽസി തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് 3.15 ഉണ്ടായിരുന്ന എക്സ്പെക്ടഡ് ഗോൾസ്. 4 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, അതിൽ 1 മിസ്സായതുള്ളൂ. അപ്പുറത്ത് വൂൾസ് ആപ്പാടെ ഒരു ബിഗ് ചാൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്, അത് അവർ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ഇവൻച്വലി അറ്റ് ദ എൻഡ് കംഫർട്ടബിൾ വിക്ടറി ഫോർ ചെൽസി. ഒരു നല്ല പെർഫോമൻസ് ആയിരുന്നു. റീസ് ജെയിംസ് ഒക്കെ ഇന്നലെ റൈറ്റ് ബാക്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കുക്കറയാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ മിഡ്ഫീൽഡിൽ ഇന്നലെ ഡ്രൂസ്ബറി ഹോൾ സ്റ്റാർട്ട് ചെയ്തു. ഫൈനലി സ്റ്റാർട്ട് ഫോർ ഡ്രൂസ്ബറി ഹോൾ. മിഡ്ഫീൽഡിൽ ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ നോക്കണം, എൻസോയ്ക്കും ചെറിയൊരു ഇഞ്ചുറി ഇഷ്യൂ ഉണ്ട്. അതെല്ലാം വന്നപ്പോൾ ഡ്രൂസ്ബറി ഹോളിന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. പുള്ളി ഡിസപ്പോയിന്റ് ചെയ്തില്ല. ഡെഫിനറ്റ്ലി ഈ ടീമിൽ കളിക്കാനായിട്ടുള്ള ക്വാളിറ്റി തനിക്കുണ്ട് എന്നുള്ളതിന് ഗ്ലിംസസ് ഒക്കെ ഇന്നലെ കാണിച്ചിരുന്നു. ആളും ഇന്നലെ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. ഇവൻച്വലി അറ്റ് ദ എൻഡ് കംഫർട്ടബിൾ വിക്ടറി ഫോർ ചെൽസി. ക്രൂഷ്യൽ 3 points. ടോപ്പ് 4 റേസിലോട്ട് വരുമ്പോഴേക്കും ക്രൂഷ്യൽ 3 points ആണ് ചെൽസിക്ക്. കാരണം നമുക്കറിയാം, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലാസ്റ്റ് വീക്ക് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നു. അതൊരു നമുക്ക് നോക്കാം. എന്തായാലും സിറ്റി ടോപ്പ് 4ലോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ടിംഗ്ഹാം ഡ്രോപ്പ് ചെയ്യുന്ന സാധ്യതയും കാണുന്നില്ല. ആൻഡ് ആർസണൽ, ലിവർപൂൾ എന്തായാലും ടോപ്പ് 4 കാണുന്നതാണ് തോന്നുന്നത്. ഡെഫിനറ്റ്ലി ആ ഒരു 4th സ്പോട്ടിന് വേണ്ടി നല്ലൊരു മത്സരം കാണാം. സിറ്റി ഡെഫിനറ്റ്ലി ഒരു തലവേനയാണ്. അതിനേക്കാൾ ഒരു ന്യൂകാസിൽ വേഴ്സസ് ചെൽസി മേ ബി ആ 4th സ്പോട്ടിന് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഐ എം സ്റ്റിൽ ബാക്കിംഗ് ചെൽസി ടു ഫിനിഷ് ടോപ്പ് 4. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പാട്രിക് ഡോർഗുവിൻ്റെ കാര്യം. ഡോർഗുവിൽ സീരിയസ് ഇൻട്രസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്. പാട്രിക് ഡോർഗുവിനെ കുറിച്ച് ഒരു അനാലിസിസ് വീഡിയോ പറ്റുവാണെങ്കിൽ ഇന്ന് എപ്പോഴേലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വെയിറ്റ് ഫോർ ഇറ്റ്. പാട്രിക് ഡോർഗുവിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കുന്നത്, എന്തുകൊണ്ട് മറ്റ് പല ക്ലബ്ബുകൾ നോക്കുന്നത്? ഈസ് എ സൂപ്പർ പ്രൊഫൈൽ, ടാലന്റഡ് പ്രൊഫൈൽ. 20 വയസ്സാനായ ഈ ഡാനിഷ് ലെഫ്റ്റ് ബാക്ക്. ആളെ കുറിച്ച് പറയാനായിട്ടാണ്. ലെച്ചയിലാണ് ആൾ കളിക്കുന്നത്, സിറിയയിൽ. ആളെക്കുറിച്ച് ആ ഹൈ ഹോപ്സ് ആണ് മിക്ക ക്ലബ്ബുകൾക്കുള്ളത്. കാരണം ആൾ ഇന്റർ മിലാന്റെ, യുവൻഡസിന്റെ, നാപ്പോളിയുടെ, AC മിലാൻ ഈ 4 ക്ലബ്ബുകളുടെയും റഡാറിലുണ്ട്. ഇന്റർ മിലാനും നാപ്പോളിയും സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് പുള്ളിയിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ടോട്ടനാമും ചെൽസിയും ഡിസ്കഷൻ നടത്തിയിരുന്നു പ്ലെയറിന് വേണ്ടി. പക്ഷേ പ്ലെയർ ഇപ്പം പ്രിഫർ ചെയ്യുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂവ് ആണെന്നുള്ള ഈ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആസ് പെർ റിപ്പോർട്ട്സ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡെലിഗേറ്റ്സ് ഇറ്റലിയിലോട്ട് കഴിഞ്ഞ ദിവസം പറക്കുകയും പ്ലെയറുമായിട്ടും ക്ലബ്ബുമായിട്ടും ഡിസ്കഷൻസ് നടത്തി. 34 million pound ലെച്ച ആവശ്യപ്പെടുന്നത് എന്ന് കേൾക്കുന്നുണ്ട് ഫോർ പാട്രിക് ഡോർഗു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത് ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പ്ലെയറുമായിട്ട് പേഴ്സണൽ ടൈംസിൽ അഗ്രി ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പ്ലെയറിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇഷ്ടമുള്ള ക്ലബ്ബ് എന്ന് കേൾക്കുന്നത്. പക്ഷേ ഡിമാർസി ഒരു റിപ്പോർട്ട് വിട്ടിട്ടുണ്ടോ, മറ്റൊന്നുമല്ല, കഴിഞ്ഞ മണിക്കൂറുകളിൽ നാപ്പോളി ഈ ഡീല് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. നാപ്പോളി ലെച്ചയുടെ മുമ്പിൽ ആളെ പെർമനന്റ് ആയിട്ട് ബൈ ചെയ്യുക, കൂടെ നെക്സ്റ്റ് 6 monthsലേക്ക് ലെച്ചയിലേക്ക് തന്നെ ലോണിന് വിടുക, എന്നിട്ട് നെക്സ്റ്റ് സമ്മറിൽ ആള് നാപ്പോളി ജോയിൻ ചെയ്യുക എന്നതൊക്കെ രീതിയിലുള്ള ഒരു ഡീൽ വെച്ചെന്ന് കേൾക്കുന്നു. ആൻഡ് 34 million pounds അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിനേക്കാളും കുറഞ്ഞൊരു ഫീസാണ്, ഒരു ഓഫറാണ് നാപ്പോളി വിട്ടിരിക്കുന്നത്. പ്ലെയറുമായിട്ടും ടോക്സ് നടത്തി. പക്ഷേ പ്ലെയർ ഇപ്പോഴും മാൻ യുണൈറ്റഡ് മൂവാണ് പുഷ് ചെയ്യുന്നത്. ബട്ട് ലെച്ചയ്ക്ക് 34 million pound കിട്ടിയാൽ മാത്രമേ മാൻ യുണൈറ്റഡിലോട്ട് വിടത്തുള്ളൂ എന്ന് ഡിമാർസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് നാപ്പോളി ഒരു ഇൻട്രസ്റ്റിംഗ് ഓഫർ വെച്ചിട്ടുണ്ട്. എക്സാക്ട് എമൗണ്ട് എത്രയാണെന്ന് അറിയില്ല. പക്ഷേ നെക്സ്റ്റ് 6 months ലോണിന് അവിടെ നിൽക്കാം എന്നുള്ളത് മേ ബി ലെച്ചനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇന്റർ മിലാനും റീസെന്റ് ഇന്നലെ വൈറ്റ് മെറ്റോ റിപ്പോർട്ട് വന്നത് മിലാന്റെ ഡെലിഗേറ്റ്സും
ഫ്ലൈറ്റ് പിടിച്ച് ലെച്ചയിലെത്തിയെന്നും ലെച്ചെ അതോറിറ്റീസുമായിട്ട് ഡിസ്കഷൻസ് നടത്തിയെന്നും പാട്രിക് ഡോർഗു ഡീലിലുള്ള കറന്റ് സിറ്റുവേഷൻ അറിയാനായിട്ട് അവരും ടോക്സ് നടത്തി എന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇന്റർ മിലാൻ നെക്സ്റ്റ് സമ്മറിൽ ഡോർഗുവിന് വേണ്ടി നീങ്ങും എന്നുള്ള രീതിയിൽ സ്ട്രോങ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സോ മാൻ യുണൈറ്റഡ് ഇപ്പോൾ ആക്ട് ചെയ്തത് ഇന്റർ മിലാനെ കുറിച്ച് വറി ചെയ്തിട്ടുണ്ട്. അവരും ഡീല് ചിലപ്പോൾ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇന്റർ മിലാൻ, നാപ്പോളി, മാൻ യുണൈറ്റഡ് 3 പേരും ഈ ഒരു ഡീലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്ലെയറിന് പ്രിഫറൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. 34 മില്യൺ പൗണ്ട്സ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് ലെച്ചെ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രൈസ്. അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഫെറാൻ ടോറസിൽ AC മിലാന് സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അവരുടെ മെയിൻ ടാർഗറ്റ് ജോ ഫെലിക്സ് ആണ്. എന്തെങ്കിലും കാരണവശാൽ ജോ ഫെലിക്സ് ഡീൽ അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ചെൽസിക്ക് മുമ്പിൽ ഒരു പ്രപ്പോസൽ വിട്ടിരുന്നു. ചെൽസി അത് റിജക്ട് ചെയ്തു എന്നാണ് കേട്ടത്. ജോ ഫെലിക്സിനെ വിടുക എന്നുള്ളത് അവരുടെ പ്രയോറിറ്റി അല്ലാന്നും കേൾക്കുന്നു. പക്ഷെ ഒരു നല്ല ഓഫർ വന്നാൽ ഹൂനോസ്. ജോ ഫെലിക്സ് ആണ് അവരുടെ പ്രയോറിറ്റി ടാർഗറ്റ്. എന്തെങ്കിലും കാരണവശാൽ ജോ ഫെലിക്സ് ഡീൽ നടക്കത്തില്ല, 50-50 ആണ് ഇപ്പോൾ, നടക്കത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ ഫെറാൻ ടോറസിനെയാണ് ഓൾട്ടർനേറ്റീവായിട്ട് കണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗസറ്റ് ഡെല്ലാ സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആസ് പെർ ദ റിപ്പോർട്ട്സ് ബാർസലോണ ഇപ്പോൾ ഒരു സെയിലിന് വേണ്ടിയോ ശ്രമിക്കുന്നുണ്ട്. അൻസു ഫാറ്റിനെ മാർക്കറ്റ് വെച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻസനെ വെച്ചിട്ടുണ്ട്, എറിക് ഗാർഷിയെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പലവരെയും മാർക്കറ്റ് വെച്ചിട്ടുണ്ട്. മെയിൻലി റാഷ്ഫോർഡ് ഡീൽ പുൾ ഓഫ് ചെയ്യാനാണെന്ന് റൂമറുകളുണ്ട്. സോ ഫെറാൻ ടോറസിനെ റൈറ്റ് നൗ സെല് ചെയ്യാനായിട്ടുള്ള പ്രയോറിറ്റി ലിസ്റ്റിലില്ല. പുള്ളീനെ ഒരു പാർട്ട് ഓഫ് ദ പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് നെക്സ്റ്റ് 6 മന്ത്സിലേക്ക് ബാർസലോണ കാണുന്നത്. പക്ഷേ ഒരു നല്ല ഓഫർ വന്നാൽ മേ ബി ഹൂ നോസ് അല്ലെ ഡെസ്പറേറ്റ് ആയി ബാർസലോണ വിൽക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. സോ അസ് ഓഫ് നൗ ഒഫീഷ്യൽ ഓഫർ വരിക മറ്റൊന്നും നടത്തിയിട്ടില്ല. ഇന്റേണലി ഒരു ടോക്സ് നടത്തിയിട്ടേ ഉള്ളൂ ഫെറാൻ ടോറസിന് വേണ്ടി. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പറയാനായിട്ടാണെങ്കിൽ ഒരു സീരിയസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, റെലേവോയും മറ്റും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാർലോ ആൻസലോട്ടി ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ റയൽ മാഡ്രിഡ് വിടും. അത് ഈവൻ ഇഫ് ഈ സീസൺ എത്ര ടൈറ്റിൽ അടിച്ചെന്ന് പറഞ്ഞാലും ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ പുള്ളി ക്ലബ്ബ് വിടാനായിട്ടുള്ള ഡിസിഷൻ എടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആസ് പെർ ദ റിപ്പോർട്ട്സ് കാർലോ ആൻസലോട്ടി അതുപോലെ തന്നെ മാനേജ്മെന്റും കൂടെ ഡിസ്കഷൻ നടത്തിയെന്നും ആള് ഇറങ്ങുവാണെന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അതെന്തൊക്കെ സംഭവിച്ചാലും കാർലോ ആൻസലോട്ടി ലാസ്റ്റ് സീസൺ ആയിരിക്കും ഇതെന്ന് കേൾക്കുന്നത്. ചാബി അലോൺസയാണ് ലീഡിങ് ടു റീപ്ലേസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചാബി അലോൺസയെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഹീസ് ഫോക്കസ്ഡ് ഓൺ ബയർ ലെവർകൂസൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ആൾ വേറെ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ചാബി അലോൺസയാണ് ലീഡിങ് കാൻഡിഡേറ്റ്. ഇറ്റ്സ് വെയിറ്റ് ആൻഡ് സി. നെക്സ്റ്റ് 6 മന്ത്സ് പ്രോബ്ലി വേൾഡ് ഫുട്ബോളിൽ തന്നെ എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കുന്ന ക്ലബ്ബ് റയൽ മാഡ്രിഡ് ആണ്. കാരണം അവിടെ ആയതൊക്കെ പ്ലേയേഴ്സിന് റെഗുലർ മാച്ച് കിട്ടും. ആൻസലോട്ടി എങ്ങനെ ടീം സെറ്റപ്പ് ചെയ്യും, ചാമ്പ്യൻസ് ലീഗ് അടുത്ത റൗണ്ടിലോട്ട് കടക്കുമോ, എന്തായാലും നോക്കൗട്ട്സ് കളിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ റയലിന്. ഇറ്റ്സ് വെയിറ്റ് ആൻഡ് സി എങ്ങനെ പോകുന്നത്. ബട്ട് സ്റ്റിൽ ലലീഗയിൽ അവർ ടോപ്പാണ്. ബാർസലോണയ്ക്ക് മേലെ 7 പോയിന്റ് ഗ്യാപ്പുണ്ട്, അത്ലറ്റിക്കോയുടെ മേലെ 2 പോയിന്റ് ഗ്യാപ്പുണ്ട്. സോ അവിടെ നിന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനാണ് മാർക്കസ് റാഷ്ഫോർഡിന്റെ അപ്ഡേറ്റ് ആണ്. മാർക്കസ് റാഷ്ഫോർഡിന് വേണ്ടി മൊണോക്കോ ഒരു സീരിയസ് പ്രൊപ്പോസൽ യുണൈറ്റഡിന് മുമ്പ് വിട്ടു എന്നാണ് കേൾക്കുന്നത്. ഒരു ലോൺ ഡീൽ ഫോർ 6 മന്ത്സ്. രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വേജസ് ഓൾമോസ്റ്റ് ഫുൾ വേജസും കവർ ചെയ്യാൻ അവർ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഡേവിഡ് ഓൺസ്റ്റീൻ ഒരു റിപ്പോർട്ട് വിട്ട് സ്പോർട്ട് മീക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കസ് റാഷ്ഫോർഡ് ബാർസലോണയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് ഡേവിഡ് ഓൺസ്റ്റീൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാർസലോണയ്ക്ക് വേണ്ടി അവർ 1-2 ആഴ്ച, ഒരാഴ്ചയോടെ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്, 2 ആഴ്ചയോടുള്ള ട്രാൻസ്ഫറിന്റെ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതി വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ മൊണോക്കോയും ഡോർമുണ്ടും ഈ 2 ക്ലബ്ബുകൾ ഇപ്പം തന്നെ ഡീൽ പുൾ ഓഫ് ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. പക്ഷെ ബാർസലോണയ്ക്ക് ക്ലബിൽ നിന്ന് റിലീസുകൾ സംഭവിക്കാതെ റാഷ്ഫോർഡിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ അസ് ഓഫ് നൗ ഈസ് വെയിറ്റിംഗ് ഫോർ ബാർസലോണ. സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാൽ അൻസു ഫാറ്റിന്റെയോ എറിക് ഗാർഷിയോടെയോ ഡിപ്പാർച്ചർ മാർക്കസ് റാഷ്ഫോർഡ് ഡീൽ പുൾ ഓഫ് ചെയ്യാൻ ബാർസലോണയെ സഹായിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ബാർസലോണ ഫുൾ വേജസ് ഒന്നും കവർ ചെയ്തില്ല. നല്ല പ്രപ്പോസൽ വിട്ടിരിക്കുന്നത് മൊണോക്കയാണ് നിൽക്കുന്നത്. അവർ ഓൾമോസ്റ്റ് ഓൾ വേജസും കവർ ചെയ്യാൻ റെഡിയാണ്. ബാർസലോണ അറൗണ്ട് കേൾക്കുന്ന 50-60% കവർ ചെയ്യുന്നുള്ള രീതിയിലാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി എങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്നു. അതുപോലെ തന്നെ ഗർനാച്ചോയുടെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഗർനാച്ചോയുടെ നമുക്കറിയാം നാപ്പോളി സീരിയസ്ലി ടോക്സ് നടത്തി. ഗർനാച്ചോയ്ക്ക് ക്ലബ്ബ് വിടാനായിട്ട് താല്പര്യമുണ്ടെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ഗർനാച്ചോ പ്രിഫർ ചെയ്യുന്നത് ചെൽസി മൂവ് ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സണ്ണൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ചെൽസി ലാസ്റ്റ് മിനിറ്റ്സുകളിൽ സീരിയസ്ലി ഗർനാച്ചോയുള്ള ഇൻട്രസ്റ്റ് കൂട്ടിയിട്ടുണ്ടെന്നും മാൻ യുണൈറ്റഡ് ഡിമാൻഡ് ചെയ്യുന്ന 59 മില്യൺ പൗണ്ട്സ് ആണ്. അതിനടുത്തൊരു ഓഫർ മാൻ യുണൈറ്റഡിന്റെ മുമ്പിൽ വെക്കാനായിട്ട് അവർ റെഡി ആയേക്കും എന്നുള്ള രീതിയിലുമാണ് വാർത്തകൾ കേൾക്കുന്നത്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. അതുപോലെ തന്നെയാണ് ഇന്ററും ഡോർമുണ്ടും ജാക്ക് ഗ്രീലിഷിനെ കുറിച്ച് ഇന്റേണലി ഡിസ്കഷൻ നടത്തി എന്നുള്ള രീതിയിൽ സൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റർ മിലാൻ ആൻഡ് ബൊറുസിയ ഡോർമുണ്ട് ജാക്ക് ഗ്രീലിഷ് നെക്സ്റ്റ് സമ്മറിൽ അവൈലബിൾ ആയാൽ മാഞ്ചസ്റ്റർ സിറ്റിനെ സമീപിച്ചേക്കും എന്നാണ് അവരുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2 ക്ലബ്ബുകളും പ്ലെയറുടെ ഡെലിഗേറ്റ്സുമായിട്ട് കമ്മിങ് വീക്സിൽ ചിലപ്പോൾ ഡിസ്കഷൻ നടത്തിയേക്കാം ഫോർ എ സമ്മർ മൂവ് എന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റ് ഹാം ആണെങ്കിൽ 57 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ ഡേവിഡ് ഓൺസ്റ്റീൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം
ജോൺ ഡുറാന് വേണ്ടി ആസ്റ്റൺ വില്ലയുടെ മുമ്പിൽ വെക്കാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് ആസ്റ്റൺ വില്ല അത് റിജക്റ്റ് ചെയ്യുമെന്നാണ്. കാരണം ഡുറാൻ ഈ ടൈമിൽ, അതായത് ജാനുവരിയിൽ ക്ലബിൽ നിന്ന് പോകാനായിട്ട് അഥവാ ക്ലബിൽ നിന്ന് വിൽക്കാനായിട്ട് ആസ്റ്റൺ വില്ല പ്ലാൻ ചെയ്യുന്നില്ലെന്നും സമ്മറിൽ അവർ പ്രോബ്ലി 60 million pounds അറൗണ്ട് ഒരു ഡീൽ അക്സെപ്റ്റ് ചെയ്തേക്കാന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. അസ് ഓഫ് നൗ വെസ്റ്റ് ഹാമിൻ്റെ പ്രപ്പോസൽ അവർ റിജക്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. സോ ഇതൊക്കെയാണ് ഓവറോൾ ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനായിട്ടുള്ളതെന്ന് പറയാൻ, അവർ നെയ്മറിൻ്റെ കാര്യത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഇന്നലെ പറഞ്ഞിരുന്നു. കൂടാതെ കേൾക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നെയ്മർ അടുത്ത 6 മാസത്തേക്കാണല്ലോ ഇനിയും കോൺട്രാക്ട് ഉള്ള അൽ ഹിലാലുമായിട്ട്. അത് പുള്ളിക്ക് ടെർമിനേറ്റ് ചെയ്യണം. അതായത് അൽ ഹിലാൽ പുള്ളിക്ക് ഇനിയും അടുത്ത 6 മാസം കൊണ്ട് പുള്ളി എങ്ങാണ്ട് 67 million pounds അങ്ങനെ എങ്ങാണ്ടാണ് ചെയ്യും. അത് പേ ചെയ്യുക, കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുക. അതാണ് നെയ്മറിൻ്റെ പ്ലാൻ കേൾക്കുന്നത്. എന്നിട്ടൊരു ഒഫീഷ്യൽ കോൺട്രാക്ട് സാന്റോസുമായിട്ട് സൈൻ ചെയ്യാനാണ് നെയ്മറിൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്തായാലും അത് അൽ ഹിലാൽ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും നെക്സ്റ്റ് സമ്മറിൽ ഫ്രീ ഏജന്റ് ആണ് ആൾ. സോ ഇതൊക്കെയാണ് ഓവറോൾ അപ്ഡേറ്റ്സ് ആയിട്ട് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും. ബൈ.